Good morning. Sorry. Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. ഫുഡ് കഴിച്ച എല്ലാവരും കഴിച്ചു, മാം. കഴിച്ചു, മാം. മാം കഴിച്ചോ? എന്തോ മിസ് കഴിച്ചോ? കഴിച്ചു. ആക്റ്റീവ് ആണ് എല്ലാവരും? യെസ്, മാം. Yes, ma'am. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. Yes, ma'am. Speaking our class. Okay. So നമുക്ക് ടെൻസ് എല്ലാരും കംപ്ലീറ്റ് ആയല്ലോ. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഇത് മൂന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തോ? ചെയ്തു, മാം. ചെയ്തു. ഓക്കെ. ഇതിന്റെ സ്ട്രക്ചർ എല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സ്ട്രക്ചർ എന്ന് പറയുമ്പോ സബ്ജക്റ്റിന് കൂടെ ഇന്നത് ഉപയോഗിക്കണം, ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞില്ലേ? സ്ട്രക്ചർ ഞാൻ പറഞ്ഞില്ലേ? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? കുറേയൊക്കെ ഓർമ്മയുണ്ട്. കുറച്ചൊക്കെ മറന്നു അല്ലേ? നമുക്ക് പ്രസന്റിന്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. സ്ട്രക്ചർ എന്തായാലും പഠിച്ചു വെക്കണം. സ്ട്രക്ചർ പഠിച്ചു വെച്ചാല് നിങ്ങൾക്ക് പെട്ടെന്ന് ഏത് ടെൻസ് ആണെന്ന് മനസ്സിലാവും. അതല്ല നിങ്ങൾക്ക് ഒരു മലയാളം കിട്ടിയാല് ട്രാൻസ്ലേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ. സോ സ്ട്രക്ചർ നോക്കാം. പ്രസന്റില് പ്രസന്റ് സിമ്പിൾ, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത് നാലെണ്ണോ ഉള്ളത് അല്ലെ? ഇതിന് നാലിനും സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഓക്കെ. Yes, ma'am. സോ സ്ട്രക്ചേഴ്സ് എന്താ? പ്രസന്റ് സിമ്പിൾ എന്താണ്? Subject പ്ലസ് verb. verb. V1. Yeah. Subject plus V1. Okay. Continuously subject plus Verb plus ing. verb plus ing form. അതിന് കൂടെ ഓക്സിലറി ഉണ്ട്. അപ്പൊ സബ്ജക്ട് പ്ലസ് ഓക്സിലറി പ്ലസ് verb plus ing. Okay. Then perfect. Perfect എന്താണ്? Subject plus Have or has. Yeah, has or have plus V3. V3. Yeah. V3. V3 form. Perfect continuous subject plus has or have plus been plus ing. ing. Yeah. ഇതാണ് 4 സ്ട്രക്ചർ. സോ സ്ട്രക്ചർ മനസ്സിലായെങ്കിൽ പഠിച്ചെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഓരോരുത്തരായിട്ട് സ്ട്രക്ചർ പറയൂ. Simple present ആണ്. മ്യൂട്ട് ചെയ്യൂ. ഫസ്റ്റ് സ്ട്രക്ചേഴ്സ് എല്ലാം പറയൂ. കാണാതെ പറയണേ, നോക്കാതെ പറയൂ. സിമ്പിൾ പ്രസന്റ് ആവുമ്പോ സബ്ജക്റ്റ് പ്ലസ് V1. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ആവുമ്പോ സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പ്ലസ് ing, വെർബ് VING. ഇനി പെർഫെക്റ്റ് ആവുമ്പോ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. ഇനി പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഓക്കെ. ജിത്തുനോട് ഞാൻ സബ്ജക്റ്റും പറയും വെർബും പറയും. അത് ഈ സ്ട്രക്ചർ ഈ 4 ഇതിൽ നീ പറഞ്ഞത്. ഫസ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് ഐ, ഹി. 2 സബ്ജക്ട് ഉണ്ട്, ഐയും ഹിയും. വെർബ് റൈറ്റ്. ഓക്കെ. സോ ഒന്ന് പറഞ്ഞു നോക്കി.
സിമ്പിൾ പ്രസന്റ് ആവുമ്പോ ഐ റൈറ്റ്. പ്രസന്റ് കണ്ടിന്യൂസ് ആവുമ്പോ ഐ ആം റൈറ്റിംഗ്. അല്ല ഹീ ആണോ? ഹീ I ഈസ് യും റൈറ്റിംഗ്. രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് വേണം, സിംഗുലറും പ്ലൂറലും ആണ്. എല്ലാം രണ്ടായിട്ട്. ഓക്കെ. ഹീ റൈറ്റ് സിമ്പിളില് ഐ റൈറ്റ് ഹീ He റൈറ്റ്. writes S വരും. അല്ല ഹീ റൈറ്റ്സ്, സോറി ഹീ റൈറ്റ്സ്. ഓക്കെ. കണ്ടിന്യൂസ് ആവുമ്പോ ഐ ആം റൈറ്റിംഗ്, ഹീ ഈസ് റൈറ്റിംഗ്. ഇനി പ്രസന്റ് പെർഫെക്റ്റ് ആവുമ്പോ ഐ ഹാവ് റിട്ടൺ, ഹീ ഹാസ് റിട്ടൺ. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോ ഐ ഹാവ് ബീൻ റൈറ്റിംഗ്, ഹീ ഹാസ് ബീൻ റൈറ്റിംഗ്. ഇനി ആരാ പറയാ സ്ട്രക്ചർ? ഇനി ആരാ പറയാ? ഞാൻ പറഞ്ഞോളാം. ഓക്കെ. ഞാൻ ഫുഡ് കഴിച്ചോണ്ടിരിക്കുക, അതുകൊണ്ട് ചെറിയ കഴിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. കഴിക്കൂ. ഓക്കെ മാം. ഇനി വേറെ ആരാ പറയാ? ഞാൻ പറയാം മാം. ഓക്കെ. പാസ്റ്റിന്റെ ആണോ പറയേണ്ടത്? പാസ്റ്റ് അല്ല, പ്രസന്റ്. പ്രസന്റിന് പിന്നെ ഞാൻ പറഞ്ഞ കുറച്ച് സ്ട്രക്ചേഴ്സ് ഇല്ലേ? പ്രസന്റ് സിമ്പിൾ, പ്രസന്റ് കണ്ടിന്യൂസ്, അതെല്ലാം പറയോ? സ്ട്രക്ചർ പറയോ? ഓക്കെ. ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ് വരുമ്പോ ഇപ്പൊ റൈറ്റിംഗിന്റെ അതാണോ മാം പറയേണ്ടത്? സബ്ജക്ട് പ്ലസ് V1 വരും സിമ്പിൾ പ്രസന്റ്. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ സബ്ജക്ട് പ്ലസ് am or is or are പ്ലസ് ing ഫോം വരും. പിന്നെ ഓക്സിലറി വെർബ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാലും മതി. ഓക്കെ. ഇനി പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം വരും. പിന്നെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing വരും. ഇനി ഞാൻ സബ്ജക്ട് പറയാം. സബ്ജക്ട് സിംഗിളും പ്ലൂറലും ഉപയോഗിക്കണം, രണ്ടും യൂസ് ചെയ്യണം. ഓക്കെ. യൂസ് ചെയ്ത് പറയണം. വെർബ് സ്പീക്ക്, സ്പീക്ക് വെച്ചിട്ട് പറയൂ. സ്പീക്ക്. സ്പീക്കിന്റെ V3 സ്പോക്ക്. V3 എന്താണ് മാം? ഞാൻ പറയില്ല. ആണോ? അപ്പൊ സിമ്പിൾ പ്രസന്റ് ഐ സ്പീക്ക് വരും, അല്ലെങ്കിൽ ഹീ സ്പീക്ക് വരും. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഐ ആം സ്പീക്കിംഗ്, ഐ സ്പീക്ക്, അല്ലെങ്കിൽ ഐ സ്പീക്ക്. അതിന്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടോ? ഐ സ്പീക്ക്. ഓക്കെ. ഹീ ആണെങ്കിൽ he speaks. Sorry ma'am. He speaks. Okay. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഐ ആം സ്പീക്കിംഗ് വരും, ഹീ സ്പീക്കിംഗ് വരും. ഇനി പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഐ ഹാവ് V3 എനിക്കറിയൂല. സ്പോക്കൺ ആണോ? ഐ ഹാവ് സ്പോക്കൺ, അല്ലെങ്കിൽ ഹി ഹാസ് സ്പോക്കൺ വരും. ഇനി പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഐ ഹാവ് ബീൻ സ്പീക്കിംഗ്, അല്ലെങ്കിൽ ഹി ഹാസ് ബീൻ സ്പീക്കിംഗ് വരും. മാം ഞാൻ പറയാം. സിമ്പിൾ പ്രസന്റില് സബ്ജക്ട് പ്ലസ് V1 form. Then present continuously subject plus aux plus V3 form. Sorry, V1 plus ing form. Then simple present perfect. Present perfect subject plus has or have plus V3 form. Then perfect continuously subject plus has or have plus been plus verb plus ing form.
Okay. Subject singular plural use ചെയ്യാ. Verb go. Go. First one, simple present. I go. Then he goes. Then present continuous. He is going. I am going. Then present perfect. He has gone. I have gone. Then വരുന്നത് perfect continuous. I have been going. He has been going. Correct. Thanks, ma'am. Who's next? ഞാൻ പറയും Okay. സിമ്പിൾ പ്രസന്റില് സബ്ജക്റ്റ് പ്ലസ് V1 ഫോം, പ്രസന്റ് കണ്ടിന്യൂസില് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പിന്നെ വെർബ് പ്ലസ് ING, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസില് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസില് സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് V plus ING. Yeah. Subject B. B and she. Okay. Subject B and she. Verb singer. Sing. We sing. She sings. Present continuously. We are singing. Plus, she is singing. Present perfect tense. We sung. Pinne she has sung. Present perfect continuous. We have been singing. She has been singing. Yeah. Next. What's next? Number ma'am. Okay. Simple present subject plus V1. Present continuous subject plus verb plus ING. Verb ING. Present perfect have plus V3 form. Present perfect continuously has or have been, have plus been, V plus ING. Okay. Sign range നോക്കണേ. Okay. പിന്നെ subject they and he. Okay. They and he. They and he. Subject. Verb sit. Sit. Okay. Simple present they sit. Present continuously they are sitting. He വരുമ്പോ present വരും. Simple present he വരുമ്പോ he sits. Sits ആണ്. Sits. Yeah. പിന്നെ present continuously he is sitting. പിന്നെ present perfectly they have sit, sat, sit, sat, എന്താണ് പറയൂ. sat ആണോ? മൂന്നും പറയൂ. Sit, sit,
Sit, sit, sat, sitted. Sit-ഓ? Sit, Sit. sat, sat. Okay. Sit, sat, Sat. sat. Okay. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റില് they have sitten. Sat. Sit ആ ഇല്ല. സാറ്റ്. പിന്നെ പ്രസന്റ് പെർഫെക്റ്റ്ലി he has sat. ആ. പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസില് they have been sitting. പിന്നെ he has been sitting. Yeah. Correct. He has been sitting. Okay, correct. Next ഇനി ആരാ? ഞാൻ പറയാമോ? Yeah, okay, പറയൂ. സിമ്പിൾ പ്രസന്റില് സബ്ജക്റ്റ് പ്ലസ് V1 ഫോം, പ്രസന്റ് കണ്ടിന്യൂസില് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് V1 പ്ലസ് ING, പ്രസന്റ് പെർഫെക്റ്റ് ആകുമ്പം സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസില് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. Okay. Subject you and he or she. Okay, you and she. She. Verb do. Do. Okay. You do. She does. Does. Present continuous ആവുമ്പം you are doing, she is doing. Present perfect ആവുമ്പം you have does ആണോ? V3. Do, doing, does. Done. Yeah. ആണോ? Yeah. You have done. She has done. Present perfect continuous ആകുമ്പം you have been doing. She has been doing. Yeah. Yeah. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? പറയുമ്പോ നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ബ്രെയിനില് പെട്ടെന്ന് എന്താണ് ക്യാച്ച് ചെയ്യും അല്ലേ? നിങ്ങൾ മനസ്സിലാവും. ബ്രെയിൻ കുറച്ചുകൂടെ കേട്ട് മനസ്സിലാവുമല്ലോ പെട്ടെന്ന്. അതിനു വേണ്ടിയാണ് ഈ പറയിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് മാത്രമല്ല, നിങ്ങളോട് പറയുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലും പഠിക്കാൻ പറ്റുക. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലാലോ. ഓക്കെ, പറയൂ. Present simple V1 form, continuous subject plus is or am plus auxiliary plus V1 plus ING form, perfect subject plus has or have plus V3 form, perfect continuous subject plus has or have plus been plus V1 plus ING. Okay. Subject A, then he or she can use it. Verb draw. Subject she മാത്രാണോ? ഷിയോ എന്തെങ്കിലും പ്ലൂറൽ കൂടെ they യൂസ് ചെയ്യും.
Dianshi. She draws. She draws വരും മിസ്സേ. They ആണെങ്കില് They draw. okay പറയൂ. She is drawing. Hmm. They are drawing. Hmm. She has drawn. They have drawn. Hmm. She has been drawing, and they have been drawing. Yeah, good. Anyone? ആരെങ്കിലും പറയുന്നുണ്ടോ? ലക്ഷ്ന, മ്യൂട്ട് ചെയ്യൂ. പറയുന്നുണ്ടോ? ഞാൻ പറയാം. Yeah. സിമ്പിൾ പ്രസന്റില് സബ്ജക്ട് പ്ലസ് V1, പ്രസന്റ് കണ്ടിന്യൂസില് സബ്ജക്ട് പ്ലസ് ഓക്സിലറി പ്ലസ് V1 പ്ലസ് ing, പ്രസന്റ് പെർഫെക്റ്റില് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസില് സബ്ജക്ട് പ്ലസ് has or have plus been plus V1 plus ing. Okay. Subject വിദ്യ പ്ലൂറലോ സിംഗുലറോ രണ്ടും യൂസ് ചെയ്യാം. വെർബ് കുക്ക് കുക്ക് കുക്ക. കുക്ക്. സബ്ജക്റ്റിന് ഏത് യൂസ് ചെയ്യുന്നത്? ഏതെങ്കിലും സിംഗുലർ പ്ലൂറൽ രണ്ടും യൂസ് ചെയ്ത് പറയൂ. I or she, I and she പറയാം. I and he. I cook, she cooks. പിന്നെ പ്രസന്റ് കണ്ടിന്യൂസില് I am cooking, she is cooking. പ്രസന്റ് പെർഫെക്റ്റില് I have V3. കുക്കിന്റെ V3 എന്താ? കുക്കൻ. എന്താ V3 എന്താ? V1 V2 V3 നിങ്ങൾ ആരും പഠിച്ചില്ലേ? കുക്കടല്ലേ സർ? Cooked. I have cooked. I have cooked, she has cooked. Okay. Present perfectly I have been cooking. She has been cooking. Cooking, yeah, it's a simple. What's next? ആരെങ്കിലും ഉണ്ടോ? ഞാൻ ആരെയും വിളിക്കുന്നില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. എന്തോ എല്ലാവരോടൊന്ന് പറയായിരുന്നു. ഇനി പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാൻ, വെറുതെ സമയം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറയൂ. അല്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോവുകയാണ്. ഓക്കെ. സോ നമുക്ക് ഇനി പ്രസന്റ് സിമ്പിളും പ്രസന്റ് കണ്ടിന്യൂസും നമ്മൾ കുറെ മലയാളം പറഞ്ഞു. ഓക്കെ, എല്ലാം ക്ലിയർ ആണ് അല്ലെ? പ്രസന്റ് പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഡൗട്ട് ഉണ്ടോ? കുറച്ച് മലയാളം ചെയ്ത് നോക്കാം. അതാണ് നല്ലത്. ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞു, അതായത് ചെയ്തിരിക്കുന്നു. നീ ഇപ്പൊ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയാം. ഇപ്പൊ ഞാൻ പറയാണ് എന്നോട്, ഇപ്പൊ ഞാൻ ഒരാളോട് ചോദിക്കണം എന്തൊക്കെയായിരുന്നു ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞു.
എന്ന് പറയുന്നത് കഴിഞ്ഞു. ഓക്കെ, ചെയ്തിരിക്കുന്നു, ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെ പറയില്ല നമ്മള്. I have written my homework. I have Written my homework. എഴുതി കഴിഞ്ഞു. I finished my homework. I I Present finished perfect my അല്ലേ? homework. ഷിഫ്റ്റിനകത്ത് ഇത് പാസ്റ്റിലേക്ക് പോകണ്ട, പ്രസന്റിലാണ്. നമ്മളിപ്പോ ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ എന്ന് പറയില്ലേ, നമ്മളിപ്പോ കഴിഞ്ഞേ ഉള്ളൂ. I have written my homework. ചെയ്ത് കഴിഞ്ഞു, കഴിയുക, ചെയ്യുക എന്ന് പറയുമ്പോ എന്താണ്? I have finished my homework. ഫിനിഷ്ഡ് പറയാം. പിന്നെ completed, കംപ്ലീറ്റഡ് പറയാം. ഒരുപാട് വാക്കുകളെ കംപ്ലീറ്റഡ്, ഫിനിഷ്ഡ്. ദെൻ അവിടെ ഉണ്ട് ഒരു സിമ്പിൾ ഒരു വേർഡുകളുണ്ട്, ആരോ മെസ്സേജ് ഉണ്ട്. കറക്റ്റ് ആണ്. I have done my homework. I have done. Okay, അപ്പോൾ കംപ്ലീറ്റ്. I have done my homework. I have completed my homework. I have finished my homework. ഇത് മൂന്ന് യൂസ് ചെയ്യാം. ആ സ്ട്രക്ചർ കറക്റ്റ് ആയിരിക്കണതേ ഉള്ളൂ. ഹാവിന് ശേഷം V3 യൂസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ദെൻ അപ്പോ ഓക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോംവർക്ക് കണ്ടിന്യൂസ് ആണോ വരുന്നത് മാം? ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. I have been doing my homework. പറഞ്ഞോളൂ, എല്ലാവരും പറഞ്ഞോളൂ. കാരുണ്യ പറഞ്ഞു, ഇല്ല ബാക്കിയെല്ലാം പറയൂ. I have been finishing homework. I have been doing my homework പറയാം. I have been doing my homework പറയാം, ഫിനിഷിംഗ് പറയാം, കംപ്ലീറ്റിംഗ് പറയാം. ആ സ്ട്രക്ചർ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഏത് ഒരു മലയാളം സെന്റൻസ് കേൾക്കുമ്പോൾ ഏതാണ് ടെൻസ് ഏതാണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ദെൻ ആ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് സെന്റൻസ് മേക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ സിമ്പിൾ ആണ്, സിമ്പിൾ ചെയ്യാൻ പറ്റും. ഇനി എന്താണ്? ഞാൻ നിനക്കായി ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ഉണ്ടാക്കിയിരിക്കുന്നു, ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ അങ്ങനെ മലയാളം നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ പറയാലോ. ഓക്കെ, സോ ടെൻസ് മനസ്സിലാക്കാം. ഞാൻ നിനക്കായി ഒരു കേക്ക് ഉണ്ടാക്കിയിരുന്നു, ഉണ്ടാക്കിയിരിക്കുന്നു എന്നൊക്കെ പറയില്ല, ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് ആവില്ലേ മാം? അതെ. അപ്പം I have ഉണ്ടാക്കുക. I have made a cake for you. baked, Baked cake, the cake. Baked. I have baked a cake for you. ഉണ്ടാക്കുക. Make. I have had, make, Baked. Made. ഇല്ല. I have made. I have made. I have made a cake. I have made a cake for you. Yeah, I have Made a cake for you. vocabulary ആണ് C. Okay. I have been banging on. Baking ആയിരിക്കും മാം ഉദ്ദേശിച്ചത്. Baking. Baking ആ ഉദ്ദേശിച്ചത്. Bake. Bake means കേക്ക് ഉണ്ടാക്കുന്ന. ഇത് അവൾക്ക് വേണ്ടി ഉണ്ടാക്കി എന്ന് പറയുമ്പോ വീടല്ലേ, കേക്ക് ബേക്ക് ചെയ്യാനാണ്, കറക്റ്റ് ആണ് ഉദ്ദേശിച്ചത്, കറക്റ്റ് ആണെങ്കിലും പക്ഷെ അവിടെ ഏറ്റവും നല്ലത് വീടല്ലേ. മേക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് മേക്ക് അല്ലെ, കുറച്ച് ബെറ്റർ അതാണ്. സോ ഇനി എന്താണ് കുറച്ച് V1 V2 V3 ഫോം അതൊന്ന് കുറച്ച് പറഞ്ഞു തരും. അയ്യോ കുറച്ച് തന്നിരുന്നില്ല, ഞാൻ തന്നോ ഇല്ലയോ? തന്നിട്ടുണ്ടോ? തന്നില്ല. ഇല്ല മാം തന്നിട്ടില്ല.
തന്നിട്ടില്ല. അയ്യോ കഷ്ടം. ഞാൻ തരാട്ടോ. ആ ചോദിക്കുമ്പോ മിസ് കുറച്ച് ചോദിച്ചു നോക്ക്, നമുക്ക് കിട്ടുമോ നോക്കാലോ. എന്തോ മിസ് ചില വേർഡ്സ് ചോദിച്ചു നോക്ക്, നമുക്ക് കിട്ടുമോ നോക്കാലോ. ഇത് നല്ലൊരു പ്ലാനാണ്. ഓക്കെ, വേർഡ് കം. കം കം കേം കം. കം കേം കം. എടക്കുപ്പീടി എന്ന് പറയുന്നത് ഒരാളെ പറഞ്ഞു അപ്പൊ തന്നെ പറയുന്നു അല്ലെ. കം കേം കം ആണോ? അതെ. കൺഫേം? യെസ് മാം. മാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓക്കെ. ഇനി ഗോ. ഇതൊക്കെ അറിയാവുന്നതാണ്. ഗോ. Go, went, gone. Went, gone. Gone. Go, went, gone. Do. Who did done. Does. Do. Do, did, done. Do, did, done. Do, did, done. Yeah. Do, did, done. Done. Okay. Make. Make. Make made. Made. Make made made. Make. Made. Made made. Eat. Ate Eaten. 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 Eat ate eaten. Eaten. Ate. Eaten. Eaten. Right. Right to Right. wrote. Wrote written. Written. Right. Wrote. Written. Buy. Buy. എന്താണ്? Buy. Buy. ബോട്ട് ബോട്ട് Buy. Bought. Bought. ബോട്ട് ബോട്ട്. Wrote boat. See. See. എന്താണ്? So സി ആണോ പറഞ്ഞേ? See, സോ see. സീൻ. സീ സോ സീൻ. So seen. see So. So seen. See. So. See. Okay. Say. 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 സെഡ് സെഡ്. it said. Say. Said. Okay. Take. Take. Take Take. Took taken. ടേക്കൺ. took taken. Take. Like- Took. Yeah. Feel. Feel. എന്ത് മാം? Feel. Feel. Feeling. Feel. Feel. Felt. 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 എന്താ ചോദിച്ചേ? എന്താ മാം പറഞ്ഞേ? Feel. Feel. Felt. Yeah. Feel. Felt. Felt. Yeah. Bring. Bring. Brought. 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 Bring. Bring. Brought. 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 Bring. Brought. Brought. Think. Think. Thought. Think. Thought. 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 No. No. K-N-O-W. No. No. New. Noun. Noun. അല്ല. No, new, known. No. Noun. New noun. N-O-W-N. Noun അല്ല. No. Noun. മാം കുറച്ച് സ്ലോയില് പറയോ, എഴുതാൻ പറ്റുന്നില്ല. എഴുതി വെക്കണ. എഴുതി വെക്കണ്ട. ഞാൻ നോട്ടുതരാം. ആ ഓക്കെ ഓക്കെ. ആ ചിലപ്പോ ഇതൊക്കെ ഇത് ഉണ്ടാവില്ല. അറിയില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ അടിക്കണം. തന്നിട്ടുണ്ടോ ഇത് നേരത്തെ? തന്നിരുന്നോ? തന്നോ? തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ തന്നിട്ടുണ്ട്. ഒരാളെങ്ങനെ സപ്പോർട്ട് ചെയ്തു. ഞാൻ തന്നതാണെന്ന് ഒരു വിശ്വാസം. ഞാൻ എല്ലാ ക്ലാസ്സിലും കൊടുത്തിട്ടുണ്ട്. ഉണ്ടാവുമായിരിക്കും അല്ലേ? തന്നിട്ടുണ്ട്. തന്നിട്ടുണ്ട്. ഞാൻ തന്നു തന്നു ഞാൻ. ഞാൻ എഴുതിയെടുത്തിട്ടൊന്നുമില്ല, നോക്കിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഞാൻ തന്നിട്ടുണ്ട്. ഞാൻ എല്ലാ ക്ലാസ്സിലും കൊടുക്കുക. ആർക്കും അറിയില്ല. V1, V2, V3. ഓക്കെ. റീഡ് പറയൂ. റീഡ്. റെഡ് റെഡ്. ഇങ്ങനെ പറയുന്നു. എന്താണ്? എത്ര പെട്ടെന്നാണോ അല്ലേ നോക്കി. ഒരു സെന്റൻസ് പറയുമ്പോ കിട്ടില്ല അല്ലേ? എന്താ? ഡ്രോ. ഡ്രോ. Draw. ഡ്രോൺ. Drawn. ഡ്രോ.
Drew, drawn. Draw, drew, drawn. Drawn. ഇനി എന്താ പറയൂ, സഹായിക്കൂ, എന്നെ ഹെൽപ്പ് ചെയ്യൂ, വെറുതെ കണ്ടെത്തൂ. Watching. Tell. എന്തോ Tell. അയ്യോ, Tell. Tell. Told. ടോൾഡ് വാച്ചിങ് ബീറ്റ്. ബീറ്റോ, അടിക്കുക. ബീറ്റ് അടിക്കുക. Drink. ഇല്ല, ബീച്ചിന്റെ പറയുമോ, ഡ്രിങ്ക് പറയാം. ബീച്ച്, Beaten. Beaten. ബീറ്റ് ബീറ്റാണ്. മാം വീറ്റു ഏതാണ് പറയുന്നത്? വീറ്റു. ബീറ്റാണ്. ഓക്കെ. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്കൻ. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. ഇനി സിംഗ്, sang. മതി, ഇത്രയൊക്കെ മതി. ഓക്കെ, ഇനി ക്ലാസ് മുന്നോട്ട് പോവില്ല. കുറച്ചൊക്കെ കിട്ടിയില്ലേ? Past tense ആണോ? പെർഫെക്റ്റ് തീർക്കുക. പെർഫെക്റ്റും പെർഫെക്റ്റ് കണ്ടിന്യൂസും. അങ്ങനെ പ്രസന്റ് കംപ്ലീറ്റ് ആവുള്ളൂ. നിങ്ങൾക്ക് ഡൗട്ട് വരും. ഇത് എപ്പോഴും പെർഫെക്റ്റ് കുറച്ച് ഡൗട്ടുള്ള സാധനമാണ്. മാം ഒരു കാര്യം ചെയ്യോ, ഒരു മലയാള സെന്റൻസിന്റെ 4 ഇതിലുള്ളത് പറഞ്ഞു തരുമോ? മീൻസ് സിമ്പിൾ അങ്ങനെയൊക്കെ പറയുമ്പോ ഏത് ടെൻസാന്നൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. പെർഫെക്റ്റ് കണ്ടിന്യൂസും അതുപോലെ പെർഫെക്റ്റും ഒരു ചെറിയൊരു ഒരു പറയുമ്പോ അത് തന്നെയാണോന്ന് മനസ്സിലാക്കാൻ. ഒരേ സെന്റൻസിന്റെ 4 മലയാളം ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? അതെ, ഞാൻ പറയട്ടെ. മലയാളം. ഞാൻ എഴുതുന്നു. ഫസ്റ്റ് അതാണ്. ഞാൻ എഴുതുന്നു. ഞാൻ എഴുതുകയാണ്. ഞാൻ എഴുതി കഴിഞ്ഞു. അതായത് എഴുതി അപ്പൊ കഴിഞ്ഞു. മനസ്സിലായോ? അങ്ങനെ വരും. ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലായോ? ഇതില് നമുക്ക് ഏറ്റവും സിമ്പിൾ പ്രസന്റും കണ്ടിന്യൂസ് സിമ്പിൾ ആണ്. എന്നുവെച്ചാല് ഞാൻ എഴുതുന്നു എന്ന് പറയുമ്പോൾ ഐ റൈറ്റ്, ഹി റൈറ്റ്സ്. ഓക്കെ, കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഐ ആം റൈറ്റിംഗ്, ഹിസ് റൈറ്റിംഗ്. ഓക്കെ, പെർഫെക്റ്റ്ലി എന്ന് പറയുമ്പോൾ ഐ ഹാവ് റിട്ടൺ. കണ്ടോ, ഐ ഹാവ് റിട്ടൺ. അത് ഞാൻ ഇപ്പം എഴുതി കഴിഞ്ഞു. അതാണ്. അത് രണ്ടും നല്ല വ്യത്യാസം വരും. പെർഫെക്റ്റും കണ്ടിന്യൂസ് നമ്മൾ മലയാളം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൺഫ്യൂഷൻ വരും. അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് തന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവും. അത് ഞാൻ പറഞ്ഞത്. അതിനുശേഷം നമുക്ക് ഈ 4 ഒരുമിച്ച് പറഞ്ഞു നോക്കാം. ഓക്കെ, ചിലപ്പോ നമ്മള് പെർഫെക്റ്റ് പറയുമ്പോ നമുക്കത് പാസ്റ്റിലേക്ക് പറയാൻ സിമ്പിൾ ആയിട്ട് തോന്നും. മനസ്സിലായോ? പ്രസന്റ് കണ്ടിന്യൂസും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും തമ്മിലുള്ള അതിന്റെ മീനിങ് ആണ് മനസ്സിലാവാത്തത്. അതാണ് കൺഫ്യൂഷൻ. പ്രസന്റ് പെർഫെക്റ്റ് നമ്മൾ ഇപ്പോ എഴുതി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് അത് പാസ്റ്റിലേക്ക് പറയാം. മനസ്സിലായോ? ഐ റോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി എന്നാണ്, അല്ലേ? മനസ്സിലായോ? അതാണ് ആ പാസ്റ്റും പെർഫെക്റ്റും തമ്മിൽ ഒരു കണക്ഷൻ വരും. പ്രസന്റ് പെർഫെക്റ്റും പാസ്റ്റും തമ്മിൽ കണക്ഷൻ വരും. അതാണ് കൺഫ്യൂഷൻ വരുന്നത്. ഇപ്പൊ ഐ ഹാവ് മെയ്ഡ് എ കേക്ക് എന്ന് പറയുമ്പോ നമുക്ക് മനസ്സിലായി എന്താണ്? അവനുണ്ടാക്കി. ഐ മെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ടാക്കി തന്നെയാ, ഞാൻ ഉണ്ടാക്കി തന്നെയാ. മീനിങ് ഒന്ന് തന്നെയല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അതാണ് കൺഫ്യൂഷൻ വരുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്നാ പിന്നെ ഹാവ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കും.
ശരിയാ. അല്ലേ? അതാണ് ആ കൺഫ്യൂഷൻ നമുക്ക് മാറ്റണം. മനസ്സിലായോ? അതായത് അപ്പൊ മാം ഈ പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നതിന് പകരം പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്താൽ മതി. അതാണ് അത് ഞാനിപ്പോ പറഞ്ഞത്. ഈ പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യണം എന്താണ്? ഇപ്പൊ കഴിഞ്ഞുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ കഴിഞ്ഞുള്ളൂ, ഇപ്പൊ ഫിനിഷ് ആയുള്ളൂ. മനസ്സിലായോ? പാസ്റ്റ് എന്ന് പറയുമ്പോ അത് എപ്പോഴോ ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി. അത് നമ്മൾ പറയുന്ന സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് ഇപ്പോ കഴിഞ്ഞൊരു കാര്യം പറയാനാണെങ്കിൽ ഐ ഹാവ് ഫിനിഷ്ഡ് എന്ന് പറയാം. ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞുള്ളൂ. ഇനിയിപ്പോ എന്നെങ്ങാണ്ട് ഫിനിഷ് ചെയ്യണമെങ്കിൽ ഐ ഫിനിഷ്ഡ് എന്ന് പറയാം. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞു, എന്നോ ഫിനിഷ് ചെയ്തു. ആ സിറ്റുവേഷനെ ബേസ് ചെയ്തിരിക്കും ഈ ടെൻസ് മാറുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ മാം. അതാണ് ഈ പ്രസന്റ് പെർഫെക്റ്റിന്റെ വ്യത്യാസം. പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുമ്പോ ഞാൻ ഇത്ര നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു, അതായത് 2 മണി മുതൽ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോൾ കറക്റ്റ് ആ ഒരു ടൈം ഒരു മെൻഷൻ ചെയ്യും. അതായത് ഇത്ര ടൈം അല്ലെങ്കിൽ ഇത്ര പ്രാവശ്യം എന്നൊക്കെ പറയുമല്ലോ നമ്മള്, ആ ഒരു കാലയളവ് അവിടെ മെൻഷൻ ചെയ്യും. അതായത് പാസ്റ്റിൽ തുടങ്ങിയ കാര്യമാണ്, 8 മണിക്ക് തുടങ്ങിയ കാര്യം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അങ്ങനെ പറയുന്നതാണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ലെവൽ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. മനസ്സിലായോ? രണ്ടും മനസ്സിലായോ വ്യത്യാസം? മനസ്സിലായി മാം. ഇപ്പൊ ഞാൻ പറയാണ് ഐ ഹാവ് റെഡ് ദിസ് ബുക്ക്, ഐ ഹാവ് റെഡ് ദിസ് ബുക്ക്. ഈ ബുക്ക് ഞാൻ വായിച്ചു കഴിഞ്ഞു. ഇപ്പൊ വായിച്ചുള്ളൂ. നിങ്ങൾക്ക് ആ സെന്റൻസ് പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവണം, ഇപ്പൊ വായിച്ചിട്ടുള്ളൂ. മനസ്സിലായോ? അവിടെ നമ്മുടെ ഡേറ്റോ ഇന്ന സമയോ ഒന്നും പറഞ്ഞിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ആ സമയം ഞാൻ വായിച്ചത് ഇന്നലെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഐ റെഡ് ദിസ് ബുക്ക് യെസ്റ്റർഡേ. അത് പാസ്റ്റ്. ടെൻസ് മാറി, പാസ്റ്റിലേക്കായി. മനസ്സിലായോ? മനസ്സിലായി മാം. ഇപ്പൊ ഞാൻ ഈ ക്ലാസ്സിലേക്ക് വരുന്ന തൊട്ട് മുന്നേ ഞാൻ എന്റെ ഫുഡ് കഴിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്താ പറയും? I have ate my lunch. I ate my food. I have eaten my eaten. I have eaten my lunch. I have eaten lunch. ഈറ്റൺ ഒക്കെ വിടും. അതിൽ ഏറ്റവും സിമ്പിൾ ഹാഡ് യൂസ് ചെയ്യുന്നതാണ്. ഐ ഹാഡ് മൈ ലഞ്ച് എന്ന് പറയാം. അതും ഈ തൊട്ട് മുന്നിൽ നടക്കുന്ന കാര്യം പോലെ തന്നെയാണ്. ഹാഡ് അത് ഈറ്റ് വിടും. ഈറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. നിങ്ങള് ഇപ്പൊ തൊട്ട് മുന്നേ ഇപ്പൊ എഴുതി കഴിഞ്ഞുള്ളൂ എന്ന് പറയാം. ഞാൻ ഇപ്പൊ എഴുതി കഴിഞ്ഞുള്ളൂ എന്ന് പറയില്ലേ? എന്ന് പറഞ്ഞേ. I have written. എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും എഴുതൂ. I have written a novel. Why not? അങ്ങനെ പറയാം. നോവൽ. അതായത് അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം ഇപ്പൊ കഴിഞ്ഞുള്ളൂ. ആ സമയം നിങ്ങള് 2 ദിവസത്തിന് മുൻപ് ബുക്ക് എഴുതി കഴിഞ്ഞു, ഒരു നോവല് എഴുതി കഴിഞ്ഞു എന്ന് പറഞ്ഞേ. I had written. I wrote. I had wrote. I wrote a I novel. I wrote a novel 2 days before. Yeah. Yesterday. നോവൽ 2 days before. മനസ്സിലായോ? I wrote a novel 2 days before. അവിടെ ഡേറ്റോ ടൈമോ എന്തെങ്കിലും ഒരു മെൻഷൻ ചെയ്യും. അങ്ങനെ മെൻഷൻ ചെയ്താൽ അത് പാസ്റ്റ് ആണ്. 2 ദിവസത്തിന് മുന്നുള്ള കാര്യമാണ്. മനസ്സിലായോ? ഇനിയിപ്പോ നിങ്ങളിപ്പോ നിങ്ങളുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തേ ഉള്ളൂ. റിപ്പോർട്ട് ഇപ്പൊ സബ്മിറ്റ് ചെയ്തോളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ്, അതാണ് സിറ്റുവേഷൻ വിചാരിക്കും. ഇപ്പൊ സബ്മിറ്റ് ചെയ്തോളൂ. എങ്ങനെ പറയും? അവളാണെങ്കിലോ she has submitted the report. The book. Yeah, she has submitted the report. Okay. മനസ്സിലാവുന്നുണ്ടോ? പാസ്റ്റും Yes ma'am. പ്രസന്റ് പെർഫെക്റ്റും മനസ്സിലായോ? അത് മനസ്സിലായി. പാസ്റ്റും പ്രസന്റ് പെർഫെക്റ്റും മനസ്സിലായി.
ഇനി പ്രസന്റ് കണ്ടിന്യൂസും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും മനസ്സിലാണ്ട്. പ്രസന്റ് കണ്ടിന്യൂസ് ഇല്ലേ? പ്രസന്റ് കണ്ടിന്യൂസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അത് പറയാം. ഇനിയിപ്പോ ഈ ഫിലിം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. കണ്ടോ? മലയാളത്തില് അവസാനം വരെ കണ്ടിട്ടുണ്ട്. എങ്ങനെ പറയും? ഈ ഫിലിം ഞങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞേ. I have seen. എന്തോ? I have seen this film. മുൻപ് Or before. I have seen ഫിലിം പറഞ്ഞാ പോരെ? ഐ സോ ദ ഫിലിം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു എന്നാണ്. അതാണ് പാസ്റ്റ്. അത് കണ്ടു. ഇത് കണ്ടിട്ടുണ്ട്. അതാണ് മലയാളത്തിന്റെ വ്യത്യാസം. കണ്ടു എന്ന് പറയുമ്പോ പാസ്റ്റ് ആണ്, എന്നോ കണ്ട കാര്യമാണ് അല്ലെ? ഇവിടെ പറഞ്ഞത് ഇതിനു മുമ്പ് ഞാനിത് കണ്ടിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ ഹാവ് യൂസ് ചെയ്യാം, ഹാവ് ഹാസ് യൂസ് ചെയ്യാം. ക്ലിയർ ആയോ? Yes, ma'am. ഞാൻ അയാളെ 5 തവണ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞേ. ഞാൻ അയാളെ 5 തവണ വിളിച്ചിട്ടുണ്ട്. I called him. I have called him 5 times. Yeah, I have called him 5 times. Clear? Any confusion പാടില്ല. ഇത്രയേ ഉള്ളൂ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇനിയിപ്പോ ഒരാളോട് പറയാം, ഞാൻ അവൾക്ക് ഒരിക്കലും ഗിഫ്റ്റ് വാങ്ങി കൊടുത്തിട്ടില്ല. നെഗറ്റീവ് ആണ്. ഞാൻ അവൾക്ക് ഒരിക്കലും ഗിഫ്റ്റ് വാങ്ങി കൊടുത്തിട്ടില്ല. I have never gifted a never കൊടുക്കുക. gave a gift. Gave her gift. കൊടുക്കുക. given. I have never given a gift for her. വാങ്ങി കൊടുത്തിട്ടില്ല എന്നാണ്. വാങ്ങി കൊടുത്തിട്ടില്ല. അപ്പൊ വാങ്ങുക എന്ന് പറയാം. Bought. I have never bought a gift for her. Yeah, I have never bought a gift for her. Yeah. ട്രെയിൻ ഇപ്പൊ വന്നുള്ളൂ. ട്രെയിൻ ഇപ്പൊ വന്നുള്ളൂ എന്ന് പറഞ്ഞേ. ഇപ്പൊ വന്നുള്ളൂ. The train have just arrived. Yeah, the train has just arrived. ഇപ്പൊ വന്നുള്ളൂ. ഈ ട്രെയിൻ ഇപ്പൊ പോയുള്ളൂ എന്ന് പറഞ്ഞേ. ഇപ്പൊ പോയുള്ളൂ ട്രെയിൻ. The train have left. The train Have left. Train have just left. Train has left. The train has ഇപ്പൊ പോയുള്ളൂ. Just left. Has left. The train has Yeah. left. The train has just left. ഇപ്പൊ പോയുള്ളൂ അല്ലെ? അപ്പൊ മാം ജസ്റ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഹാസ് വരുമ്പോ തന്നെ അത് ഇപ്പോ എന്നുള്ളതല്ലേ മെൻഷൻ ചെയ്യുന്നത്? പിന്നെ ഇല്ല, ഹാസ് പറയുമ്പോ ഇപ്പോഴാണ്. എന്നാലും ആ ജസ്റ്റ് പറയുമ്പോ തൊട്ട് മുമ്പ് ഇപ്പോ എന്ന് പറയുന്നത് നമ്മള്. ഇപ്പൊ പോയുള്ളൂ. Just left. Okay. ട്രെയിൻ ഇതുവരെ എത്തിയിട്ടില്ല. ട്രെയിൻ ഇതുവരെയും എത്തിയിട്ടില്ല. ഇതുവരെയും പറയുമ്പോ ഏത് ടെൻസാ വരിക? ട്രെയിൻ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പം പെർഫെക്റ്റ് തന്നെ അല്ലേ വരിക? പെർഫെക്റ്റ്ലി നെഗറ്റീവ് അല്ലേ വരിക? എത്തിയിട്ടില്ല. അട്ടില്ല എന്ന് പറയില്ലേ? എത്തിയിട്ടില്ല, കണ്ടിട്ടുണ്ട്, പോയിട്ടില്ല എന്ന് പറയുമ്പോ ഹാവ് ഉണ്ട് എന്ന് വിചാരിക്കും. ഹാവ് ഹാസ് ഉണ്ട്, പെർഫെക്റ്റ് ആണ്. ഓക്കെ. The train has never. The train have not reached yet. Not reached yet. Has not reached Yet. റീച്ച്ഡ് പറയാം, അറൈവ്ഡ് പറയാം. The train has arrived yet. Hasn't. Has not arrived. train arrived. Not yet. Not yet പറയോ? നോട്ട് ഇല്ല.
ഹാസിന്റെ കൂടെ നമ്മൾ ഓൾറെഡി നോട്ട് കൊടുത്തു. പിന്നെ നോട്ട് പറയാം. The train hasn't arrived yet. Okay, the train hasn't arrived yet. So perfect clear ആയാലോ? കണ്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്, കണ്ടിട്ടില്ല, പോയിട്ടില്ല. ഓക്കെ, ട്രിക്ക് ആണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ വിചാരിക്കുക. ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? അതൊരു ജസ്റ്റ് ഒരു ട്രിക്ക്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞേ. I have tried to learn English. Yeah, I try to learn English. I try to learn English. Yeah. പിന്നെന്താ? ഇപ്പോഴും ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞോക്കെ. ഞാൻ ഇപ്പോഴും ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. I have am trying to. I have been trying to I have been trying to learn English. I have been trying to learn English. Yeah. മനസ്സിലായോ? Yes, ma'am. ഇപ്പൊ കിട്ടിയോ? പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതായത് ചിന്തിക്കുക, ഒരു പാസ്റ്റ് നടന്ന കാര്യം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് പറയാം. ചിലപ്പോ അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവാൻ ചാൻസ് ഇല്ല, അങ്ങനെയും ഉണ്ട്. അങ്ങനെയും നമുക്ക് പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഡൗട്ടായി. അവ 2 മണിക്കൂറായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. He അവൻ 2 മണിക്കൂറായി. he has been sleeping for 2 hours. Yeah. He has been sleeping for 2 hours. 2 മണിക്കൂറായി ഉറങ്ങുകയാണ് അല്ലെ? ഇനി അവൻ 1 മണി മുതൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1 മണി മുതൽ He has been sleeping since 1 o'clock. Yeah. Has been sleeping since 1 o'clock. Yeah, correct ആണ്. ഞാൻ 10 മണി മുതൽ നിനക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. I have been waiting for you since 10 o'clock. പഠിച്ചു. ഇങ്ങനെ വന്നപ്പോ കുറച്ച് ഈസി ആയി മാം. നേരത്തെ കുറെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അപ്പൊ കുറച്ചുകൂടി ഈസി ആയിരുന്നുണ്ട്. ഇനിയിപ്പോ എന്താണ്? ഞാൻ ഈ അടുത്തായിട്ട് കുറെ സമയം ടി വി കാണുന്നുണ്ട്. ഈ അടുത്തായിട്ട് കുറെ സമയം ടി വി കാണുന്നുണ്ട്. I have been watched the TV. അല്ല, I have been കൂടെ വാച്ച്ഡോ? പറഞ്ഞില്ല, I have watched എന്നാ പറഞ്ഞേ. I have watched the TV. ഈ ഇടയായിട്ട് വരുമ്പോ എന്താ വരിക? Nowadays. Nowadays. ഈ അടുത്തായി ഞാൻ കുറെ സമയം ടി വി കാണുന്നുണ്ട് എന്നാ പറഞ്ഞത്. അത് I have watched കണ്ടിന്യൂസ് ആണെന്നാ പറഞ്ഞേ. നമ്മള് ഈ അടുത്തായിട്ടുള്ള കാര്യ പറഞ്ഞത്. കാണാറുണ്ട് എന്നല്ലേ പറഞ്ഞേ? കാണുന്നത്, അതാണ് പറഞ്ഞത്. അത് ശ്രദ്ധിക്കൂ. ഈ അടുത്തായി ഞാൻ കുറെ സമയം ടി വി കാണുന്നുണ്ട്. അപ്പം I have been watching TV for long time. Nowadays. റീസെന്റ് പറയാം. ഈ അടുത്തായിട്ട് റീസെന്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ അടുത്തത് ആദ്യം യൂസ് ചെയ്തൂടെ മാം? യൂസ് ചെയ്യാം. മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കാഷ്വലായി സംസാരിക്കുമ്പോൾ ഒന്നും മിസ്റ്റേക്ക് ആയിട്ട് തോന്നില്ല. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് ആളെ പെട്ടെന്ന് കണ്ടപ്പോ ഇങ്ങനെ ചോദിക്കാണ്, what has been doing? അവൻ എന്ത് ചെയ്യായിരുന്നു? അവന്റെ കൈ നോക്കും, അവൻ എന്ത് ചെയ്യായിരുന്നു? അപ്പൊ എന്താ പറയാ? അവൻ ഗാർഡനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ആൻസർ പറയും അല്ലെ? അങ്ങനെ വരാ. ഇങ്ങനൊന്നും മലയാളത്തിൽ പറയൂല മാം.
നമ്മള് ഇപ്പൊ ആരെങ്കിലും നമ്മുടെ കൊച്ചു നമ്മുടെ പിള്ളേരായാലും കൈ ചീറ്റായിട്ടിരിക്കുന്നു. അപ്പൊ പുറത്തുനിന്ന് ഒരാൾ കയറി വന്നു, എന്താണ് എന്റെ കയ്യിൽ അഴുക്കെന്ന് വെക്കാണ്. അപ്പൊ നമ്മൾ പറയുന്നത് പറയും അവൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയും അല്ലേ? അതുകൊണ്ടാണ് അവന്റെ കയ്യിൽ അഴുക്ക്. അങ്ങനെയാണെങ്കിൽ he has been playing in the garden. ഇവിടെ മനസ്സിലാക്കുക പാസ്റ്റിൽ തുടങ്ങിയ കാര്യമാണ്, പക്ഷെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നില്ല. മനസ്സിലായോ? പാസ്റ്റ് നടന്നൊരു കാര്യത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മളിത് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? Okay, ma'am. അപ്പൊ he has been working playing in the garden എന്ന് പറഞ്ഞാൽ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് അവന്റെ കയ്യിൽ അഴുക്ക് വന്നത്. മനസ്സിലായോ? Okay, ma'am. ഇപ്പൊ നമ്മള് ഒരാള് ടയർഡ് ആയിട്ടിരിക്കുന്നു, അപ്പൊ നമ്മൾ പറയാം യു ലുക്ക് സോ ടയർഡ് എന്ന് വെക്കും. ആ കാരണം എന്താണ്? ഞാൻ ഇന്ന് ഫുള്ള് ഇവിടെ ക്ലീനിങ് ചെയ്യായിരുന്നു. എന്ത് പറയും? I have been cleaning the room from morning. The whole day. The whole. അങ്ങനെ have been cleaning all day എന്ന് പറയും. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡിയയിൽ കിട്ടിയോ പ്രസന്റ് പെർഫെക്റ്റും കണ്ടിന്യൂസും? ഇനിയിപ്പോ പെർഫെക്റ്റ് കണ്ടിന്യൂസും പെർഫെക്റ്റ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ രണ്ടും എവിടെയും പറഞ്ഞു മിസ്റ്റേക്ക് ആണെന്ന് പറയില്ല. ഓക്കെ, രണ്ടും പറയാ, തെറ്റാണെന്ന് പറയില്ല അവര്. ഇപ്പൊ ഐ ഹാവ് ബീൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുക അത് കണ്ടിന്യൂസ് ആയിരിക്കും. ഒന്നില്ലെങ്കിൽ അത് കണ്ടിന്യൂ പാസ് നടന്ന കാര്യം കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ പാസ് നടന്ന കാര്യത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവുന്നതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ ടെൻസ് യൂസ് ചെയ്യുക. അത് മനസ്സിലാക്കാം. പിന്നെ പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നതിനാണ് അപ്പോ നടന്ന കാര്യം പറയാൻ നമുക്ക് പെർഫെക്റ്റ് യൂസ് ചെയ്യും, അപ്പോ കഴിഞ്ഞ കാര്യം പറയാൻ പെർഫെക്റ്റ് യൂസ് ചെയ്യും. മനസ്സിലായോ? പിന്നെ ഇപ്പോ ഒരാൾ ചോദിക്കാണ് ഹാസ് എനിവൺ ലിവ്ഡ് ഇൻ ദുബായ്? ആരെങ്കിലും ദുബായിൽ താമസിച്ചിട്ടുണ്ടോ? ഹാസ് എനിവൺ ലിവ്ഡ് ഇൻ ദുബായ്? ആൻസർ എന്താ വരാ? യെസ് ആണെങ്കിൽ ആൻസർ വരും. Yes, I have. I have lived in Dubai. Yes, I have lived in Dubai. അപ്പൊ ഇങ്ങനെയും വരും, ഞാൻ ദുബായ് താമസിച്ചിട്ടുണ്ട്. എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഈ ഉണ്ട് ചിന്തിക്കുക. താമസിച്ചിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയില്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ടെങ്കിൽ ഹാവ് ഹാസ് അവർ ഉണ്ടാവും. അത് മലയാളം ഇനിയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. ഇപ്പൊ ഞാൻ പറയുന്ന മലയാളം ആയിരിക്കില്ല വേറെ ഡിസ്ട്രിക്റ്റിൽ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം. ഇന്നത്തെ ടെൻസ് ഏതാണെന്ന് ആലോചിച്ചിട്ട് അപ്പോ മറുപടി പറയാം. ഇപ്പൊ ഹാവ് ഹാസിന്റെ കുറച്ച് ഡൗട്ട് പോയോ? ഇപ്പം ഏകദേശം ക്ലിയർ ആയി മാം. കുറച്ചൊരു രൂപം ടെൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഹാസ് ബീൻ പറയാം, ഹാവ് ബീൻ പറയാം, അതുപോലെ ഒരുപാടുണ്ട്. എല്ലാം പയ്യെ പയ്യെ പഠിച്ചു വരുമ്പോഴേക്കും ക്ലിയർ ആവും. കുറച്ചിങ്ങനെ ഡൗട്ട് മാറും. മാം ഒന്ന് ചോദിച്ചോട്ടെ, ഐ ആം സ്റ്റഡിയിങ്, ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ്, അത് കറക്റ്റ് ആയിട്ട് ഒന്നുകൂടെ പറഞ്ഞു അതിന്റെ അർത്ഥം? ഐ ആം സ്റ്റഡിയിങ് എന്ന് പറയുമ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? ഞാനിപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ക്ലാസ് കഴിഞ്ഞ് ഞാൻ പോയിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയാണ് ഞാൻ 2 മണി മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് പറയും I have been teaching since 2 o'clock. മെൻഷൻ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇത്ര മണി മുതൽ എത്ര സമയമായിട്ട് ഇരിക്കുകയാണ് എന്ന് പറയും. അപ്പൊ നമുക്ക് അവിടെ have been യൂസ് ചെയ്യാം. മനസ്സിലാവുന്നോ? അതായത് ഇത്ര മണി മുതൽ തുടങ്ങി. ഓക്കെ, അപ്പൊ തുടങ്ങിയതാണ്, ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, ചിലപ്പോ കഴിഞ്ഞിട്ടുണ്ടാവാം. ഇപ്പൊ ജിത്തുവിന് ഇപ്പൊ ഒരു കാര്യം ഒരാളോട് പറയണം, ഞാൻ 2 മണി മുതൽ അവിടെ ഇരിക്കുകയായിരുന്നു എന്ന് പറയണം. നമ്മൾ 2 മണി മുതൽ അവിടെ ഇരിക്കുകയാണെന്ന് പറയുന്നതും ഞാൻ ഇവിടെ ഇരിക്കുകയാണെന്ന് പറയുന്നതും വ്യത്യാസമുണ്ടോ? 2 മണി മുതൽ ഇപ്പോഴും ഇരുന്നോണ്ടിരിക്കുകയാണോ? ഇപ്പൊ ജിത്തു ഒരാളോട് പറയാണ് ഞാൻ 2 മണി മുതൽ ഇവിടെ ഇരിക്കുകയാണ്.
ഓക്കെ ആ എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ നേരിട്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് വ്യത്യാസമുണ്ടോ മലയാളത്തിൽ? ആ ഇല്ലേ? 2 മണിക്കൂർ എന്ന് പറയുമ്പോ അവിടെ ഇത്ര സമയമായിട്ട് അവിടെ ഇരിക്കുകയാണ്. എന്ന് പറയുമ്പോ അയാൾക്ക് മനസ്സിലാവും മനസ്സിലാവും. അല്ലാണ്ട് നമ്മൾ പറയണേ ഐ ആം വെയിറ്റിംഗ് ഫോർ യു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്നല്ലേ പറയാ. അപ്പൊ ഇപ്പൊ ഇരിക്കുന്നു എന്താണ് മലയാളം എന്ന് പറയണതാണ് കറക്റ്റ് അല്ലെ? 2 വ്യത്യാസമുണ്ട്. സംഭവം പിടി കിട്ടിയോ? കൺഫ്യൂഷൻ ആയോ? നോക്കട്ടെ, എനിക്ക് ഇപ്പൊ നല്ല കിട്ടി. നമ്മള് ഒരാള് മലയാളം പറയുമ്പോ ഇപ്പൊ എന്താ ഇനി ഉണ്ടാവും. എടാ ജിത്തു, ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കിയാൽ നമ്മള് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നമ്മള് ജസ്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് കണ്ടിന്യൂസ്. മറ്റേ നമ്മള് മുന്നേയും ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരും. അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ജിതു ക്ലാസ്സിൽ കയറി അല്ലെ? ഇനിയിപ്പോ അടുത്ത ക്ലാസ് കൂടെ ഉണ്ടാവും. 3:30 വരെ ക്ലാസ്സിലിരിക്കണം. അപ്പൊ ജിതു ഒരാളോട് പറയാണ് ഞാൻ 1:30 മണിക്ക് മുതൽ ക്ലാസ്സിലിരിക്കുകയാണ് അല്ലെ? അങ്ങനെയും നമുക്ക് പറയാം. അപ്പൊ അവർ കേൾക്കുന്നവർക്ക് എന്ത് വിചാരിക്കുമ്പോ കുട്ടി 1:30 മണിയായിട്ട് 1:30 മണി മുതൽ ഇരിക്കുകയാണ്. മനസ്സിലായോ? അല്ലാണ്ട് നമുക്ക് എന്താ പറയാ, ഞാനിപ്പോ ക്ലാസ്സിലാണ്, ഞാനിപ്പോ പഠിക്കുകയാണെന്ന് പറയില്ലേ? ഞാനിപ്പോ പഠിക്കുകയാണ്, ഞാനിപ്പോ ക്ലാസ്സിലാണ് എന്ന് പറയുമ്പോ എന്താണ്? ഞാനിപ്പോ പഠിക്കുകയാണ്, സ്റ്റഡി പഠിക്കുകയാണ്, ഞാൻ സ്റ്റഡിയാണ്, പഠിക്കുകയാണ്. ഹാപ്പി സ്റ്റഡി സിൻസ് 1:30 എന്ന് പറയുമ്പോൾ ഞാൻ 1:30 മണി മുതൽ പഠിക്കുകയാണ്. അതാണ് വ്യത്യാസം. അത്രേ ഉള്ളൂ. എടാ ജസ്റ്റ് മുന്നേ നടന്നൊരു കാര്യം ഒരു മിനിറ്റ് മുമ്പ് നടന്ന കാര്യമായാലും അത് പാസ്റ്റ് ആയി മാറും. അപ്പൊ ടൈം മെൻഷൻ ചെയ്യുമ്പോൾ അത് പാസ്റ്റ് ആവും. അത്രേ ഉള്ളൂ. ടൈം മെൻഷൻ ചെയ്താല് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ചെയ്തില്ലെങ്കിൽ ഇപ്പൊ നടക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ്. മനസ്സിലായോ? ഓക്കെ. അടുത്ത ക്ലാസ്സിൽ ഇതെല്ലാം നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം, ചോദിക്കണം. ഇന്ന് എന്തായാലും നോക്കാം. ഓക്കെ, എന്തായാലും ചോദിക്കാം. ക്ലിയർ ചെയ്തിട്ട് നമുക്ക് പോവാം. നിങ്ങൾക്ക് ടെൻസ് ഒക്കെ വരുന്ന ക്ലിയർ ആവും. ഓക്കെ, സോ താങ്ക് യു. Thank you so much, ma'am. Thank you, ma'am. Thank you, ma'am.